ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ, ശ്രീരാമചരിതം നീ ചൊല്ലിയിടൂ മടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം, ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം, മനുഷ്യപത്മേഷുരവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. വിശുദ്ധം പരം സച്ചിദാനന്ദരൂപം ഗുണാധാരമാധാരഹീനം വരേണ്യം, മഹാന്തം വിഭാന്തം ഗുഹാന്തം ഗുണാന്തം, സുഖാന്തം സ്വയം ധാമ രാമം പ്രപദ്യേ. ശിവം നിത്യമേകം വിഭും താരകാഖ്യം, സുഖാകാരമാകാരശൂന്യം സുമാന്യം, മഹേശം കലേശം സുരേശം പരേശം, നരേശം നിരീശം മഹീശം പ്രപദ്യേ. മഹാരത്നപീഠേ ശുഭേ കൽപ്പമൂലെ, സുഖാസീനമാദിത്യകോടിപ്രകാശം, സദാ ജാനകീ ലക്ഷ്മണോ വേദമേകം, സദാ രാമചന്ദ്രം ഭജേഹം ഭജേഹം. ജാനകീകാന്തസ്മരണം. ജയ ജയ രാമ രാമ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രാമായണ മാസാചരണത്തിലെ 21-ാം ദിവസമാണ്. ഇന്ന് സുന്ദരകാന്ഡത്തിലെ ഹനുമത് സീതാ സംവാദം, ലങ്കാമർദ്ദനം, ഹനുമാൻ രാവണസഭയിൽ, ഇതൊക്കെയാണ് ഇവിടെ അനുസ്മരിക്കുന്നത്. ഇന്നലെ ഹനുമാൻ സീതാദേവിയെ കാണുന്ന ആ രംഗം നമ്മൾ അനുസ്മരിച്ചു. ഇന്ന് ഹനുമാൻ സീതാദേവിയെ കണ്ട് സംസാരിക്കുന്ന ഭാഗമാണ് ഇവിടെ അനുസ്മരിക്കുന്നത്. സീതാദേവി ആകെ തളർന്ന്, ശ്രീരാമൻ ഇതുവരെ വന്നിട്ടില്ല, തൻ്റെ ഈ ശരീരത്തെ ഉപേക്ഷിക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയം എവിടെ നിന്നോ രാമനാമവും രാമകഥാമൃതവും കേട്ടു. എന്താ ഞാൻ ഈ കേൾക്കുന്നത്? തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ കഥയാണല്ലോ കേൾക്കുന്നത്. ആരായിരിക്കും ഇത് പാടുന്നത്? ഇത് ആരായാലും എൻ്റെ മുൻപിൽ കാണായി വരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ സാക്ഷാൽ ആ ഹനുമാൻ ഒരു ചെറിയ രൂപമെടുത്ത് വന്നു. എന്നിട്ട് ശ്രീരാമസ്വാമിയുടെ കഥ മുഴുവൻ സീതയെ കേൾപ്പിച്ചു. മുൻപ് മാനിൻ്റെ പിന്നാലെ പോയതും, മാരീചനെ നിഗ്രഹിച്ചത്, ദേവിയെ ആ ദശാനൻ കൊണ്ടുപോയത്, ജടായുവിനെ കണ്ടത്, അതിനുശേഷം ശബരിയുടെ അടുത്ത് പോയതും, ഋഷ്യമൂകാചല പർവ്വതത്തിൽ സാനുക്കളിൽ നടക്കുമ്പോൾ സുഗ്രീവൻ്റെ ആജ്ഞ അനുസരിച്ച് താൻ പോയി കണ്ടതും, സുഗ്രീവനും ശ്രീരാമസ്വാമിയും സഖ്യം ചെയ്തതും, ബാലിയെ നിഗ്രഹിച്ചതും, അതിനുശേഷം സുഗ്രീവൻ 4 ദിക്കിലേക്കും 1,00,000 കപിവരന്മാരെ അയച്ചതും, ശ്രീരാമസ്വാമി ഹനുമാനെ അരികിൽ വിളിച്ച് അങ്കുലീയം കയ്യിൽ കൊടുത്തതും എല്ലാം പറഞ്ഞു. ആ രാമനാമം എഴുതിയ അങ്കുലീയത്തെ സീതാദേവിയുടെ കയ്യിൽ വെച്ചു കൊടുത്തു. സീത അത് വാങ്ങി നോക്കി, കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നു. അങ്ങ് എനിക്ക് ജീവൻ തിരിച്ചു തന്നിരിക്കുകയാണ്. സ്വാമിയോട് പറഞ്ഞു. സ്വാമിയോട് പറയണം, 2 മാസത്തിനുള്ളിൽ സ്വാമി വന്ന് എന്നെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ശരീരം ഉപേക്ഷിക്കും എന്ന് പറഞ്ഞു സീത. അത് കേട്ട് ഹനുമാൻ പറഞ്ഞു, ദേവിക്ക് ഒരു പേടിയും വേണ്ട. സത്യത്തിൽ എനിക്ക് രാമലക്ഷ്മണന്മാരെ എൻ്റെ ചുമലിൽ കൊണ്ടുവരാൻ സാധിക്കും. സീതാദേവി ചോദിച്ചു, എങ്ങനെ നിനക്ക് സാധിക്കും ഈ ചെറിയ ശരീരം വെച്ച്? അപ്പോൾ ഹനുമാൻ പറഞ്ഞു, ദേവി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. ശ്രീരാമചന്ദ്ര സ്വാമി തന്നെ ഇവിടെ വന്ന് ദേവിയെ കൊണ്ടുപോകണം.
അതുകൊണ്ടാണ്. അപ്പോൾ സീതാദേവി തിരിച്ച് കയ്യിലുള്ള ചൂടാരത്നം സ്വാമിക്ക് കൊടുക്കാൻ ഹനുമാന്റെ കയ്യിൽ കൊടുത്തു. മാത്രമല്ല ഒരു കഥയും പറഞ്ഞു. ഇന്ദ്രപുത്രനായ ജയന്തൻ ഒരു കാക്കയുടെ വേഷം പൂണ്ടുവന്ന് തൻ്റെ ആശ്രമത്തിൽ തിന്നാൻ വന്നപ്പോൾ ശ്രീരാമചന്ദ്രൻ ഒരു പുൽക്കൊടിയിൽ മന്ത്രം ജപിച്ച് അയച്ചതും അവൻ്റെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടു. അതെല്ലാം കേട്ട് ഹനുമാൻ പറഞ്ഞു, ദേവി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഞാൻ ശ്രീരാമസ്വാമിയുടെ അടുത്ത് പോയി എല്ലാം പറഞ്ഞ് ശ്രീരാമൻ ഉടൻ തന്നെ ഇവിടേക്ക് വരും എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. ഇപ്പോൾ പറഞ്ഞ ഭാഗം കുറച്ച് വായിക്കാം. സപതി തവ മനസി ഗുരുവിശ്വാസസിദ്ധയെ സാദരം ചൊന്നാനടയാളവാക്യവും അതു ഭവതി കരതളിരിലിനി വിരവിൽ നൽകുവൻ ആലോകയാനന്ദപൂർവകം ഇതി മധുരതര അനിലതനെ ഉര ചെയ്തുടൻ ഇന്ദിരാദേവിതൻ കയ്യിൽ നൽകിയിടിനാൻ. പുനരധിക വിനയമോട് തൊഴുതാതരാൽ പിന്നോക്കിൽ വാങ്ങി വണങ്ങി നിന്നേടിനാൻ. മിഥില നൃപസുതയും അത് കണ്ടതീ പ്രീതയായി മേന്മേലൊഴുകും ആനന്ദ ബാഷ്പാകുലാൽ രമണവിവ നിജശിരസി കനിവിനോടു ചേർത്തിയതു രാമനാമാങ്കിത അങ്കുലീയം മുതാ. പ്ലവകുല പരിവൃഢ മഹാമതിമാൻ ഭവാൻ പ്രാണദാതാ മമ പ്രീതികാരീ ദൃഢം ഭവതി പരാത്മനി ശ്രീനിധൗ രാഘവേ ഭക്തനദീവ വിശ്വാസൻ ദയാപരൻ. ഫലഗുണവും ഉടയവരെ ഒഴികെ മറ്റാരെയും ഭർത്താവായി അയക്കയുമില്ല മത്സന്നിധൗ. മമ സുഖവും അനുദിനമിരിക്കും പ്രകാരവും മൽപരിതാപവും കണ്ടുവല്ലോ ഭവാൻ. കമലദല നയന അകതളിരിനി മാം പ്രതി കാരുണ്യമുണ്ടാം പരിചറിയിക്ക നീ. രജനി ചെലവരൻ അശനമാക്കുമെന്നെ കൊണ്ടു 2 മാസം കഴിഞ്ഞാലെന്നു നിർണയം. അതിനിടയിൽ വരുവതിനു വേല ചെയ്തിടു നീ എത്ര നാളും പ്രാണനെ ധരിച്ചിടുവൻ. ത്വരിതമിഹ ദശമുഖനെ നിഗ്രഹിച്ചെന്നുടെ ദുഃഖം കളഞ്ഞു രക്ഷിക്കെന്നു ചൊല്ലു നീ. അനിലതനേനും അഖില ജനനി വചനങ്ങൾ കേട്ടാകുലം തീരുവാനാശു ചൊല്ലിടിനാൻ. അവനിപതിസുതനോടടിയൻ ഭവത്വാർത്തകൾ അങ്ങുണർത്തിച്ചു കൂടുന്നതിൻ മുന്നമേ അവരജനു അഖില കവികുലബലവുമായി മുതിർന്നാശു വരുമതിനില്ലൊരു സംശയം. സുതസജീവ സഹജ സഹിതം ദശഗ്രീവനെ സൂര്യാത്മജാലയത്തിനയക്കും ക്ഷണാൽ ഭവതിയെയും അതികരുണ അഴകിനോട് വീണ്ടും നിൻ ഭർത്താവ് അയോധ്യക്കെഴുന്നള്ളുമാതരാൽ. ഇതി പവനസുതവചനമുടമയൊരു കേട്ടപ്പോൾ ഇന്ദിരാദേവി ചോദിച്ചരുളിയിടിനാൻ. ഇഹ വിദത ജലനിധിയെ നിഖില കപിസേനയോടേതൊരു ജാതി കടന്നു വരുന്നതും മനുജ പരിവൃഢനിധി വിചാരിച്ച നേരത്തു മാരുതി മൈഥിലിയോടു ചൊല്ലിയിടിനാൻ. മനുജ പരിവൃഢനെയും അവരജനെയും അമ്പോടും മറ്റുള്ള വാനര സൈന്യത്തെയും ക്ഷണാൽ മമ ചുമലിൽ വിരവിനോടെത്തു കടത്തുവാൻ മൈഥിലിക്കും വിഷാദം വൃഥാ മാനസേ. ലഘുതര അമിതരജനിചര കുലമശേഷേണ ലങ്കയും ഭസ്മമാക്കിയിടൂ മനാകുലം. ദ്രുതമതിനു സുതനു മമ ദേഹനുജ്ഞാമിനി ദ്രോഹം വിനാഗമിച്ചിടുവാനോമലേ. വിരഹ കലുഷിത മനസ്സി രഘുവരനു മാം പ്രതി വിശ്വാസമാശു വന്നിടുവാനായി മുതാ. തരിക സരഭസമൊരടയാളവും വാക്യവും താവകം ചൊല്ലുവാനായി അരുൾ ചെയ്യണം. ഇതി പവനതനയ വചനേന വൈദേഹിയും ഇത്തിരി നേരം വിചാരിച്ചു മാനസേ. ചിഗുരപരമതിൽ മരുവു അമല ചൂടാമണി ചിന്മയി മാരുതി കയ്യിൽ നൽകിയിടിനാൾ. ശൃണുതനയ പുനരൊടടയാളവാക്യവും ഭവാൻ ശ്രുത്വാധരിച്ചു കർണേ പറഞ്ഞിടു നീ. സപതി പുനരതു തൊഴുതു വിശ്വാസമെന്നുടെ ഭർത്താവിനുണ്ടായി വരുമെന്നു നിർണയം. ചിരമമിത സുഖമൊടുരു തപസി ബഹുനിഷ്ഠയാ ചിത്രകൂടാചലത്തിങ്കൽ വാഴും വിധൗ. പലലമതു പരിചിനുണക്കുവാൻ ചിക്കി ഞാൻ പാർത്തതും കാത്തിരുന്നിടും ദശാന്തരെ. തിരുമുടിയും അഴകിനോട് മടിയിൽ മമ വെച്ചുടൻ തീർത്ഥപാതൻ വിരവോടുറങ്ങിയിടിനാൻ. അതു പൊഴുതിൽ അതിചപലനായ ശക്രാത്മജനാശു കാകാകൃതി പൂണ്ടു വന്നിടിനാൻ. പല പൊഴുതു പലല ശകലങ്ങൾ കൊത്തിയിടിനാൻ. ഭക്ഷിച്ചു കൊള്ളുവാനെന്നോർത്തു ഞാൻ തഥാ പരുഷതരം ഉടനുടനെടുത്തെറിഞ്ഞിടിനേൻ. പാഷാണജാലങ്ങൾ കൊണ്ടതു കൊണ്ടവൻ വപുഷി മമ ശിതചരണ നഗര തുണ്ടങ്ങളാൽ വായ്പോട് കീറിനാനേറെ കുപീതനായി. പരമപുരുഷനുമുടൻ ഉണർന്നു നോക്കും വിധോ പാരാമൊലിക്കുന്ന ചോര കണ്ടാകുലാൽ. തൃണശകല അതികുപിതനായെടുത്ത ശ്രമം ദിവ്യാസ്ത്രമന്ത്രം ജപിച്ചയച്ചിടിനാൻ.
സഭയ അവൻ അഖിലതിശി പാഞ്ഞു നടന്നിതു സങ്കടം തീർത്തു രക്ഷിച്ചു കൊണ്ടിടുവാൻ. അമരപതി കമലജഗിരീശ മുഖ്യന്മാർക്ക് ആവതല്ലെന്നയച്ചോരവസ്ഥാന്തരെ. രഘുതിലകൻ മലരിൽ അവശമൊടു വീണിതു രക്ഷിച്ചു കൊള്ളേണമെന്നെ കൃപാനിധേ. അപരമൊരു ശരണിമിഹ നഹി നഹി നമോസ്തുതേ. ആനന്ദമൂർത്തേ ശരണം നമോസ്തുതേ. ഇതി സഭയ അടിമലരിൽ വീണു കേണിയിടിന ഇന്ദ്രാത്മജനാം ജയന്തനും അന്നേരം. സൗഹൃദകുലതിലകനത സസ്മിതം ചൊല്ലിനാൻ. സായകം നിഷ്ഫലമാകയില്ലെന്നുമേ. അതിനു തവ നയനം അതിലൊന്നുപോം നിശ്ചയം. അന്തരമില്ല നീ പൊയ്കൊള്ളുക നിർഭയം. ഇതി സതയ അനുദിവസമെന്നേ രക്ഷിച്ചവൻ ഇന്നുപേക്ഷിച്ച എന്തെന്നുടെ ദുഷ്കൃതം. ഒരു പിഴയും ഒരു പൊഴുതിൽ അവനോട് ചെയ്തില്ല ഞാൻ. ഓർത്താലിതെന്നുടെ പാപമേ കാരണം. വിവിധമിതി ജനകനൃപ ദുഹൃതവചനം കേട്ടു വീരനാം മാരുതാപുത്രനും ചൊല്ലിനാൻ. ഭവതി പുനരിവിടെ മരുവേടുന്നതേതുമേ. ഭർത്താവറിയായിക കൊണ്ടുവരാഞ്ഞതും. ജഡിതി വരുമിനി നിശിചരൗകവും ലങ്കയും. ശാഖാമൃഗാവലി ഭസ്മമാക്കും ദൃഢം. പവനസുതനവചനമിത് കേട്ടു വൈദേഹിയും പാരിച്ച മോദേന ചോദിച്ചരുളിനാൾ. അധിക കൃശതനുരിഹ ഭവാൻ കവിവീരരും ഈ വണ്ണമുള്ളവരല്ലയോ ചൊല്ലു നീ. നിഖില നിശിചര അജലനിപ വിപുല മൂർത്തികൾ നിങ്ങൾ അവരോട് എതിർക്കുന്നതെങ്ങനെ. പവനജനു അവനി മകൾ വചനമത് കേട്ടുടൻ പർവ്വത തുല്യനായി നിന്നാൻ അതിദ്രുതം. അധമിതില നിർപതി സുതയോട് ചൊല്ലിയിടിനാൻ. അഞ്ജനാപുത്രൻ പ്രപഞ്ചനാനന്ദനൻ ഇതു കരുതുക കമലരിൽ ഇങ്ങനെ ഉള്ളവർ ഇങ്ങു 21 വള്ളം പടവരും. പവനസുത മൃദുവചനം ഇങ്ങനെ കേട്ടുടൻ പത്മപത്രാക്ഷിയും പാർത്തു ചൊല്ലിയിടിനാൾ. അതിവിമല അമിതബലനാശന വംശത്തിന് അന്തകൻ നീ അതീനന്തരമില്ലടോ. രജനി വിരവോട് കഴിയും ഇനി ഉഴറുകെങ്കിൽ നീ രാക്ഷസ സ്ത്രീകൾ കാണാതെ നിരാകുലം. ജലനിധിയും അതിജബലമിന്നേ കടന്നങ്ങു ചെന്നു രഘുവരനെ കാൺക നന്ദന. മമ ചരിതമഖിലമറിയിച്ച ചൂടാരത്നമാശു തൃക്കൈയിൽ കൊടുക്കാവിരയെ നീ. വിരവിനൊടു വരികരവി സുതനും ഒരു സൈന്യവും വീരപുമാന്മാരിരുവരുമായി ഭവാൻ. വഴിയിലൊരു പിഴയും ഉപരോധവുമെന്നിയേ വായുസുത പോക നല്ലവണ്ണം ധ്രുവം. വിനയഭയ കുതുക ഭക്തി പ്രമോദാനിതം വീരൻ നമസ്കരിച്ചിടിനാനന്ദികേ. പ്രിയവചന സഹിതനത ലോകമാതാവിനെ പിന്നെയും 3 വലത്തു വെച്ചിടിനാൻ. വിട തരിക ജനനി വിടകൊള്ളുവാനടിയനു വേഗേന ഖേദം വിനാ വാഴുക സന്തതം. ഭവതു ശുഭമയി തനയ പതിതവ നിരന്തരം ഭർത്താരമാശു വരുത്തിയിടുകത്ര നീ. സുഖമൊടിഹ ജഗതി സുചിരം ജീവജീവനി സ്വസ്ത്യസ്തു പുത്രതേ സുസ്ഥിര ശക്തിയും. അനിലതനയനും അഖില ജനനിയോടു സാദരം ആശീർവചനമാതായ പിൻവാങ്ങിനാൻ. സീതാദേവി അങ്ങനെ അടയാളമെല്ലാം കൊടുത്ത് കഥയൊക്കെ പറഞ്ഞു കൊടുത്ത് ഹനുമാനോട് പറഞ്ഞു, നീ ഇനി സൂര്യോദയത്തിന് മുൻപ് തന്നെ ഇവിടുന്ന് പൊയ്ക്കോളൂ. അങ്ങനെ സീതാദേവിയുടെ വിട പറഞ്ഞ ഹനുമാൻ ആലോചിച്ചു, ഇവിടെ എന്നെ ദൂതനായിട്ട് അയച്ചിരിക്കുകയാണ്. അവിടുന്ന് പറഞ്ഞ കാര്യം ചെയ്യുന്നതിനൊപ്പം തന്നെ എനിക്കായി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഹനുമാൻ സീതാദേവി ഇരിക്കുന്ന ശംശുബ വൃക്ഷം ഒഴിച്ച് ബാക്കി മുഴുവൻ തകർക്കാൻ തീരുമാനിച്ചു. ഹനുമാൻ തൻ്റെ ശരീരം വലുതാക്കി. അപ്പോഴാണ് സീതാദേവിക്ക് മനസ്സിലായത് ഇത് സാധാരണ ആളല്ല എന്ന്. അങ്ങനെ എല്ലാ ആളുകളെയും ഇല്ലാതാക്കി മരങ്ങൾ പറിച്ചെറിഞ്ഞ് എല്ലാം നശിപ്പിച്ചു. ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ അക്ഷയകുമാരൻ അവിടേക്ക് വന്നു. അവർ തമ്മിൽ യുദ്ധം നടന്നു. അക്ഷയകുമാരൻ കൊല്ലപ്പെട്ടു. രാവണൻ ഇതറിഞ്ഞ് ഇന്ദ്രജിത്തിനെ വിളിച്ചു. ഇന്ദ്രജിത്തിനെ മേഘനാഥൻ എന്നും വിളിക്കും. രാവണൻ ചോദിച്ചു, നിൻ്റെ അനിയനെ വധിച്ചു, നീ അറിഞ്ഞില്ലേ? അങ്ങനെ മേഘനാഥനും ഹനുമാൻ്റെ അടുത്തേക്ക് വന്ന് അവർ രണ്ടുപേരും കൂടി ഭയങ്കര യുദ്ധം നടന്നു. മേഘനാഥൻ്റെ രഥവും കുതിരകളെയും തകർത്തു. പെട്ടെന്ന് മേഘനാഥൻ വേറൊരു രഥം വരുത്തി അതിൽ കയറി ഹനുമാൻ്റെ നേരെ ബ്രഹ്മാസ്ത്രം എയ്തു. ആ ബ്രഹ്മാസ്ത്രത്തെ ഹനുമാൻ വേണ്ട പോലെ ബഹുമാനിച്ചു. അങ്ങനെ മേഘനാഥൻ ഹനുമാനെ ബ്രഹ്മാസ്ത്രം കൊണ്ട് ബന്ധിച്ച് രാവണൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. ഇനി മന്ത്രിമാരോടുകൂടി ആലോചിച്ച് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോളൂ എന്ന് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു.
ഏതായാലും ഇവൻ സാധാരണക്കാരൻ ആണെന്ന് വിചാരിക്കേണ്ട, ഇവനെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് മേഘനാഥൻ അവിടെ നിന്നും പോയി. ഈ ഭാഗം ഒന്ന് പാരായണം ചെയ്യാം. ചെറുതകലേരുവിട വിടവി ശിഖിരവും അമർന്നവൻ ചിന്തിച്ചു കണ്ടാൻ മനസ്സീജിതശ്രമം. പരപുരിയിലൊരു നൃപതി കാര്യാർത്ഥമായി അതിപാടവമുള്ളൊരു ദൂതം നിയോഗിച്ചാൽ സ്വയം അതിനൊരഴിനിലയൊഴിഞ്ഞു സാധിച്ചതാ സ്വസ്വാമി കാര്യത്തിനന്തരാമെന്നിയേ. നിജഹൃദയ ചതുരതയോട് പരമൊരു കാര്യവും നീതിയോടെ ചെയ്തു പോം അവനുത്തമൻ. അതിനു മുഹുരഹമഖില നിശിചരകുലേശനെ അൻപോടു കണ്ടു പറഞ്ഞു പോയിടണം. അതിനു പെരുവഴിയുമിത് സുദൃഢമിത് ചിന്ത ചെയ്ത് ആരാമമൊക്കെ പൊടിച്ചു തുടങ്ങിനാൻ. മിഥില നൃപമകൾ മരുവും അതിവിമല ശിംശഭാ വൃക്ഷമൊഴിഞ്ഞുള്ളതൊക്കെ തകർത്തവൻ. കുസുമദള ഫലസഹിത ഗുൽമവല്ലീ തരുക്കൂട്ടങ്ങൾ പൊട്ടിയലറി വീഴും വിധൗ. ജനനിവഹ ഭയജനന നാദഭേദങ്ങളും ജംഗമാജാതികളായ പദത്രികൾ അതിഭയം അഖില ദിശിഖലു പറന്നുടൻ ആകാശമൊക്കെ പരന്നൊരു ശബ്ദവും. രജനിചരപുരി ജഡിത് കീഴ്മേൽ മറിച്ചിതു രാമദൂതൻ മഹാവീര്യാപരാക്രമൻ. ഭയമൊടതു പൊഴുതു നിശിചരികളും ഉണർന്നിതു പാർത്ത നേരം കവിവീരനെ കാണായി. ഇവൻ അമിത ബലസഹിതൻ ഇടി നിനതമൊച്ചയും എന്തൊരു ജന്തുവിതെന്തിനു വന്നതും. സുമുഖി നവനികടഭുവി നിന്നു വിശേഷങ്ങൾ സുന്ദര ഗാത്രി ചൊല്ലിയിലയോ ചൊല്ലടോ. മനസ്സി ഭയം അധികം ഇവനെ കണ്ടു ഞങ്ങൾക്ക് മർക്കടാകാരം ധരിച്ചിരിക്കുന്നതും. നിശിതമസി വരുവതിന് കാരണമെന്തുചൽ നീയറിഞ്ഞിലയോ ചൊല്ലി ഇവനാരടോ. രജനിചര കുലരചിതമായകളൊക്കവേ രാത്രഞ്ചരന്മാർക്കൊഴിഞ്ഞറിയാവതോ. ഭയം ഇവന് നികടഭുവി കണ്ടു മന്മാനസേ പാരം വളരുന്നതെന്താവതീശ്വര. അവനിമകൾ അവരുടിത് ചെന്ന നേരത്തവ ആശുലങ്കേശനോടോ ചൊല്ലിയിടിന. ഒരു വിപിനചരൻ അമിതബലൻ അജല സന്നിപൻ ഉദ്യാനമൊക്കെ പൊടിച്ചു കളഞ്ഞിതു. പൊരുവതിനു കരുതിയവന അപഗതഭയാകുലം പൊട്ടിച്ചിതു ചൈത്യ പ്രാസാദമൊക്കവേ. മുസലധര അനിശമതു കാക്കുന്നവരെയും ഉൾപ്പെട്ടു തച്ചു കൊന്നിടിനാനശ്രമം. ഭുവനമതിലൊരുവരെയും അവന് ഭയമില്ലഹോ പോയിൽ അവൻ അവിടിന്നിനിയും പ്രഭോ. ദശവനനിധി രജനിചരികൾ വചനം കേട്ടു ദന്തശൂഗോപമക്രോധ വിവശനായി. ഇവനിവിടെ നിശിതമസി ഭയമൊഴിയെ വന്നവൻ ഏതു എളിയവനല്ലെന്നു നിർണയം. നിശിത ശരകുലിശ മുസലാദ്യങ്ങൾ കൈക്കൊണ്ടു നിങ്ങൾ പോകാശു 100,000 വീരന്മാർ. നിശിചരകുലാദിവാജ്ഞാകരന്മാരതി നിർഭയം ചെല്ലുന്നതു കണ്ടു മാരുതി. ശിഖിരകുലമുടും അവന് മുഴുവൻ ഇളകും വണ്ണം സിംഹനാദം ചെയ്തതു കേട്ടു രാക്ഷസർ. സഭയതര ഹൃദയമതമോഹിച്ചു വീണതു സംഭ്രമത്തോടടുത്തേടിനാർ പിന്നെയും. ശിതവിശികമുഖ നിഖില ശസ്ത്രജാലങ്ങളെ ശീഘ്രം പ്രയോഗിച്ച നേരം കപീന്ദ്രനും മുഹുരപരിവിരവിനുടുയർന്നു ജിതശ്രമം ഉൽഗരം കൊണ്ടു താടിച്ചൊടുക്കിയിടിനാൻ. നീത നിശിചര നിധന നിശമന ദശാന്തരെ നിർഭയം ക്രുദ്ധിച്ചു നക്തഞ്ചരേന്ദ്രനും. അഖില ബലപതി അവരിൽ ഐവരെ ചെല്ലുകെന്നത്യന്തരോഷാ നിയോഗിച്ചനന്തരം. പരമരണ നിപുണനുടെതിർത്തു പഞ്ചത്വവും പഞ്ചസേനാധിപന്മാർക്കും ഭവിച്ചിതു. തദനു ദശവതന് ഉദിത കൃതാ ചൊല്ലിനാൻ തൽബലമത്ഭുതം മൽഭയോത്ഭൂതിതം. പരിഭവം അമിത ബലസഹിതമഭി ചെന്നൊരു പഞ്ചസേനാധിപന്മാർ മരിച്ചിടിനാർ. ഇവന് മമ നികടഭുവി ജഡിതി സഹജീവനോടിന്നു ബന്ധിച്ചു കൊണ്ടുവന്നു വെച്ചിടുവാൻ. മഹിതമതിബലസഹിതം എഴുവരും ഒരുമിച്ചുടൻ മന്ത്രിപുത്രന്മാർ പുറപ്പെടുവിൻ വൃഷം. ദശവദന വചന നിശമന ബലസമന്വിതം ദണ്ഡ മുസല ഖഡ്ഗേഷു ചാപാദികൾ കഠിനതര അലറി നിജകരമതിലെടുത്തുടൻ കർപ്പുരേന്ദ്രന്മാരടുത്താർ കപീന്ദ്രനും. ഭുവനതലമുലെ മുഹുരറിമരുവും വിധൗ ഭൂരിശസ്ത്രം പ്രയോഗിച്ചാനനുക്ഷണം. അനിലജനും അവരെ വിരവോടു കൊന്നേടിനാൻ ആശുലോകസ്തംഭതാടനത്താലഹോ. നിജ സജീവതനിയൻ എഴുവരും അമിത സൈന്യവും നിർജ്ജരാലോകം ഗമിച്ചതു കേൾക്കയാൽ. മനസ്സി ദശമുഖനൊരു താപവും ഭീതിയും മാനവും ഖേദവും നാണവും തേടിനാൻ. ഇനി ഒരുവനിവനൊരു ജയിപ്പതിനില്ല മറ്റിങ്ങനെ കണ്ടില്ല മറ്റു ഞാനാരെയും. ഇവരൊരുവരെ എതിരുടുകിൽ
അസുരസുരജാതികൾ എങ്ങുമേ നിൽക്കുമാറില്ല ജഗത്രയെ. അവർ പലരും ഒരു കവിയോടേറ്റു മരിച്ചിരുന്നയ്യോ സുഹൃതം നശിച്ചിതു മാമകം. പലവുമിതി കരുതിയൊരു പരവശത കൈക്കൊണ്ട് പാരം തളർന്നൊരു താതനോടാദരാൽ വിനയമൊടു തൊഴുതിളയ മകനും ഉര ചെയ്തതോ വീരപുംസാമിതം യോഗ്യമല്ലേതുമേ. അലമലം ഇതറിയിലനുചിത അഖില ഭൂഭൃതാത്മഖേദം ധൈര്യശൈര്യ തേജോഹരം അരിവരനെ നിമിഷമിഹ കൊണ്ടുവരുവനെന്ന് അക്ഷയകുമാരനും നിർഗമിച്ചിടിനാൻ. കവിവരനും അത് പൊഴുതു തോരണമേറിനാൻ കാണായിതക്ഷയകുമാരനെ സന്നിധൗ. ശരനികര ശകലിത ശരീരനായി വന്നിതു ശാഖാമൃതാപൻ താനും അതു നേരം മുനിവിനോടു ഗഗനഭുവി നിന്നു താണാശുതൻ മൂർധനി മുൽഗരം കൊണ്ടെറിഞ്ഞിടിനാൻ. ശരനികര ശകലിത ശരീരനായി വന്നിതു മൃഗാധിപൻ താനോമതു നേരം മുനിവിനോട് ഗഗനഭുവി നിന്നു താണാശുതൻ മൂർധനി മുൽഗരം കൊണ്ടെറിഞ്ഞിടിനാർ. ശമനപുരി വിരവനോട് ചെന്നു പോകിയിടിനാൻ ശക്തമാന അക്ഷയകുമാരൻ മനോഹരൻ. വിഭുത കുലരിപു നിശിചരാധിപൻ രാവണൻ വൃത്താന്തമാഹന്ത കേട്ടു ദുഃഖാർത്തനായി. അമരപതിജിത അമിതബല സഹിതം ആത്മജൻ ആത്മഖേദത്തോടണച്ചു ചൊല്ലിയിടിനാൻ. പ്രിയതനായ ശൃണുവചനമിഹ തവ സഹോദരൻ പ്രേതാദിപാലയം പൂക്കതു കേട്ടിലേ. മമസുതനെ രണശിരസി കൊന്ന കപീന്ദ്രനെ മാർത്താണ്ഡജാലയത്തിനയച്ചിടുവാൻ ത്വരിത അതുലബലമോട് പോയിടുവൻ തൊൽക്കനിഷ്ടോദകം പിന്നെ നൽകിയിടുവൻ. ഇത് ജനകവചനാലുവോട് കേട്ടാതിനാൽ ഇന്ദ്രജിത്തം പറഞ്ഞിടിനാൻ തൽക്ഷണേ. തെജമനസ് ജനക തവ ശോകം മഹാമതേ തീർത്തുകൊള്ളുവൻ ഞാൻ പരിഭവമൊക്കവേ. മരണവിരഹിതൻ അവൻ അതിനില്ല സംശയം മറ്റൊരുത്തൻ ഇതിനില്ല സംശയം മറ്റൊരുത്തൻ ബലാലത്ര വന്നിടുമോ. ഭയം അവന് മരണകൃതമില്ലെന്ന് കാണുക ഞാൻ ബ്രഹ്മാസ്ത്രമേതു ബന്ധിച്ചു കൊണ്ടിടുവൻ. ഭുവനതല അഖില അരവിന്ദോത്ഭവാദിയാം പൂർവദേവാരികൾ തന്ന വരത്തിനാൽ ബലമദനമഭിയുതി ജയിച്ച നമ്മോടൊരു വാനരൻ വന്നെതിരിട്ടതും അത്ഭുതം. അത് കരുതു അളവിലിഹ നാണമാമെത്രയും ഹന്തോമശക്യോപി ജ്ഞാനാ വിളംബിതം. ഹനുമാൻ ലങ്കയിൽ മുഴുവൻ നാശമുണ്ടാക്കി രാക്ഷസന്മാരെയൊക്കെ കൊന്നു. എല്ലാവരും പോയി രാവണൻ്റെ അടുത്ത് പറഞ്ഞു ഒരു രക്ഷയില്ല, ഈ വാനരനെ കൊണ്ട് എന്താ ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ വേഗം അക്ഷകുമാരൻ ഇളയ മകൻ രാവണൻ്റെ ഞാൻ പോയിട്ട് അവനോട് ഇതാക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെ പിടിച്ച് അങ്ങയുടെ അടുത്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് അക്ഷകുമാരൻ പോയി ഹനുമാൻ്റെ അടുത്ത് രണ്ടുപേരും കൂടെ യുദ്ധം തുടങ്ങി. ആ ഭാഗം തൊട്ട് കുറച്ച് വായിക്കാം. മുനിവിനോടു ഗഗനഭുവി നിന്നു താണാശുതൻ മൂർധനെ മുൽഗരം കൊണ്ടറിഞ്ഞിടിനാൻ. ശമനപുരി വിരവനോട് ചെന്നു പോക്കിയിടിനാൻ ശക്തമാൻ അക്ഷയകുമാരൻ മനോഹരൻ. വിഭുത കുലരിപു നിശിചരാധിപൻ രാവണൻ വൃത്താന്തമാഹന്ത കേട്ടു ദുഃഖാർത്തനായി. അമരപതിജിത അമില ബലസഹിതമാത്മജൻ ആത്മഖേദത്തോടണച്ചു ചൊല്ലിയിടിനാൻ. പ്രിയതനായ ശൃണു വചനമിഹ തവ സഹോദരൻ പ്രേതാദിപാലയം പൂക്കതു കേട്ടിലേ. മമസുതനെ രണശിരസി കൊന്ന കപീന്ദ്രനെ മാർത്താണ്ഡജാലയത്തിനയച്ചിടുവാൻ ത്വരിതമഹ അതുലബലമോട് പോയിടുവൻ തൊൽക്കനിഷ്ടോദകം പിന്നെ നൽകിയിടുവൻ. ഇത് ജനകവചന അലിവോട് കേട്ടാതിനാൽ ഇന്ദ്രജിത്യം പറഞ്ഞിടിനാൻ തൽക്ഷണേ. തെജമനസ് ജനക തവ ശോകം മഹാമതേ തീർത്തുകൊള്ളുവൻ ഞാൻ പരിഭവമൊക്കവേ. മരണവിരഹിതൻ അവൻ അതിനില്ല സംശയം മറ്റൊരുത്തൻ ബലാലത്ര വന്നിടുമോ. ഭയം അവന് മരണകൃതമില്ലെന്നു കാൺകിൽ ഞാൻ ബ്രഹ്മാസ്ത്രമേതു ബന്ധിച്ചു കൊണ്ടിടുവൻ. ഭുവനതല അഖില അരവിന്ദോത്ഭവാദിയാം പൂർവദേവാരികൾ തന്ന വരത്തിനാൽ വലമദനമഭിയുതി ജയിച്ച നമ്മോടൊരു വാനരൻ വന്ന് എതിരിട്ടതും അത്ഭുതം. അതു കരുതു അളവിലിഹ നാണമാമെത്രയും ഹന്തമശക്യോപി ജ്ഞാനാ വിളംബിതം. കൃതിപിരഭി നികൃതിപിരഭി ചത്മനാഭീവാ കൃച്ഛ്രേണ ഞാൻ ത്വൽ സമീപേ വരുത്തുവൻ. രാവണൻ തൻ്റെ മൂത്ത ഇന്ദ്രജിത്തിനോട് പറഞ്ഞു, നിൻ്റെ അനിയനെ ആ കപീന്ദ്രൻ കൊന്നത് കണ്ടില്ലേ, ഞാൻ ഇപ്പം തന്നെ ഞാൻ അവനെ വധിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് രാവണൻ മകൻ പറയും, അച്ഛൻ സമാധാനത്തോടെ ഇരിക്കൂ, ഞാൻ പോയിട്ട് വരാം, ബ്രഹ്മാസ്ത്രം വെച്ചിട്ട് ഞാൻ അവനെ അച്ഛൻ്റെ മുമ്പിൽ കൊണ്ടുവരാമെന്ന് പറയും. ഇന്ദ്രജിത്ത് ഹനുമാനുമായി ഭയങ്കര യുദ്ധം നടന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും. അവസാനം ഇന്ദ്രജിത്തിന് മനസ്സിലായി ഇവനെ കീഴടക്കാൻ ഒരു വഴിയില്ല,
ബ്രഹ്മാസ്ത്രം തന്നെ അയക്കണം എന്ന് പറഞ്ഞിട്ട് ബ്രഹ്മാസ്ത്രം അയച്ചു ഹനുമാൻ നേരെ. അങ്ങനെ ബ്രഹ്മാസ്ത്രത്തിൽ ഹനുമാനെ ബന്ധിച്ച് രാവണൻ്റെ മുമ്പിൽ കൊണ്ടുവരികയാണ്. ബ്രഹ്മാസ്ത്രത്തെ ഹനുമാൻ നന്നായിട്ട് വന്ദിച്ചു. എന്നിട്ട് നിന്ന് കൊടുക്കുക ചെയ്തത്. ആ ഭാഗം കൂടി വായിച്ച് ഇവിടെ സമർപ്പിക്കാം. ഭയമവനു മരണകൃതമില്ലെന്നു കാൺകിൽ ഞാൻ ബ്രഹ്മാസ്ത്രമേതു ബന്ധിച്ചു കൊണ്ടിടുവൻ ഭുവനതലമകിൽ അരവിന്ദോത്ഭാദിയാം പൂർവ്വദേവാരികൾ തന്ന വരത്തിനാൽ വലമദനമഭിയുതി ജയിച്ച നമ്മോടൊരു വാനരൻ വന്ന് എതിരിട്ടതും അത്ഭുതം. സപതി വിപദഗതമിഹ പ്രമദാകൃതം സമ്പദ് വിനാശകരം പരം നിർണയം സസുഖമിഹ നിവസമയ ജീവതി ത്വം പിതാ സന്താപമുണ്ടാകരുതു കരുതുമാം. ഇത് ജനകനോട് നയഹിതങ്ങൾ സൂചിച്ചുടൻ ഇന്ദ്രജിത്തും പുറപ്പെട്ടു സന്നദ്ധനായി. രഥകവച വിശികധനുരാദികൾ കൈക്കൊണ്ടു രാമദൂതം ജേതുമാശു ചെന്നിടാൻ ഗരുഡ നിപനത ഗഗനമുൽപ്പതിച്ചിടിനാൻ ഗർജനപൂർവകം മാരുതി വീര്യവാൻ. ബഹുമതി അകതളിൽ വന്നു പരസ്പരം ബാഹുബലവീര്യവേഗങ്ങൾ കാണുകയാൽ പവനസുത ശിരസി ശരം 5 കൊണ്ടെയ്തു പാകാരിജിത്തായ പഞ്ചാസ്യ വിക്രമൻ. അധസപതി ഹൃദി വിശികം 8 കൊണ്ടെയ്തു മറ്റാറു ബാണം പാദങ്ങളിലും തഥാ ശിതവിശികാധികതരമൊന്നു വാൽമേലേക്കു സിംഹനാഥേന പ്രപഞ്ചം കുലിക്കിനാൻ. തതന്നു കപികുലതിലകൻ അമ്പുകൊണ്ടാർത്തനായി സ്തംഭേന സൂതനെ കൊന്നിതു സത്വരം. തുരകയുധരഥവുമത ജഡിതി പൊടിയാക്കിനാൻ ദൂരത്തു ചാടിനാൻ മേഘാനിനാദനം. അപരമൊരു അധിക വിധ ഉടനേറി വന്ന അസ്ത്രശസ്ത്രൗക വർഷം തുടങ്ങിനാൻ. രുഷിതമതി ദശവദന തനയ ശരപാതേന രോമങ്ങൾ നന്നാലു കീറി കപീന്ദ്രനും അതിനുമൊരു കെടുതി അവനില്ലെന്നു കാൺകേൽ അമ്പോജ സംഭവമാണമേതീടിന് അനിലജനും അതിനെ ബഹുമതിയോടുടൻ ആദരിച്ച് ആഹന്ത മോഹിച്ചു വീണിതോ ഭൂതലേ. ദശവദന സുതൻ അനില തനയനെ നിബന്ധിച്ച് തൻ പിതാവിൻ മുമ്പിൽ വെച്ചു വണങ്ങിനാൻ. പവനജന് മനസ്സിയൊരു പീഡയുണ്ടായില്ല പണ്ടു ദേവന്മാർ കൊടുത്ത വരത്തിനാൻ. നളിനതള നേത്രനാം രാമൻ തിരുവടി നാമാമൃതം ജപിച്ചിടും ജനം സദാ അമലഹൃതി മധുമദന ഭക്തി വിശുദ്ധരായ ജ്ഞാനകർമ്മ കൃതാബന്ധനം ക്ഷണാൽ സുചിര വിരചിതമ വിമുച്ച ഹരിപദം സുസ്ഥിരം പ്രാപിക്കുമില്ലൊരു സംശയം. രഘുതിലക ചരണയുഗം അകതളിരിൽ വെച്ചൊരു രാമദൂതന് ബന്ധം ഭവിച്ചിടുമോ. മരണജനിമയ വികൃതി ബന്ധമില്ലാതോർക്ക് മറ്റുള്ള ബന്ധനം കൊണ്ടെന്തു സങ്കടം. കപടം അതികലിത കരചരണ വിവശത്വവും കാട്ടിക്കിടന്നു കൊടുത്തോരനന്തരം. പലരും അതികുതുകമോട് നിശിചരരണിഞ്ഞുടൻ പാശകണ്ഠേന ബന്ധിച്ചതു കാരണം. ബലമിയൽ അമരരിവ് കെട്ടിക്കിടന്നിടം ബ്രഹ്മാസ്ത്രബന്ധനം വേർപെട്ടതപ്പോഴേ. വ്യതയെ അവൻ അകതളിരില്ല എന്നാകിലും ബന്ധനെന്നുള്ള ഭാവം കളഞ്ഞിലവൻ. നിശിചരരെടുത്തുകൊണ്ട് ആർത്തുപോകും വിധോ നിശ്ചലനായി കിടന്നാൻ കാര്യഗൗരവാൽ. അനിലജന നിശിചരകുലാധിപൻ മുമ്പിൽ വെച്ച് ആതിഥേയാദിപാരാതി ചൊല്ലിയിടിനാൻ. അമിത നിശിചരവരരെ രണശിരസി കൊന്നവൻ ആശു വിരിഞ്ചാസ്ത്രബദ്ധനായിടിനാൻ. ജനക തവ മനസ്സിൽ സജീവന്മാരുമായി നീ ചെമ്മേ വിചാര്യകാര്യം നീ വിധീയതാം. പ്ലവക കുലവരനറിയ സാമാന്യനല്ലിവൻ പ്രത്യർത്ഥി വർഗത്തിനെല്ലാം ഒരന്തകൻ. അങ്ങനെ ഹനുമാനെ ബ്രഹ്മാസ്ത്രം കൊണ്ട് ബന്ധിച്ച് രാവണൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. എന്നിട്ട് ഇന്ദ്രജിത്ത് പറയണേ ഇവൻ സാധാരണക്കാരനല്ല, മന്ത്രിമാരും കൂടെ ആലോചിച്ച് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യാൻ പറഞ്ഞിട്ട് ഇന്ദ്രജിത്ത് അവിടുന്ന് പോയി. ഇനി ബാക്കി ഭാഗം നമുക്ക് നാളെ അനുസ്മരിക്കാം. ബാക്കി ഭാഗമായ ലങ്കാദഹനം, ഹനുമാൻ്റെ പ്രത്യാഗമനം, ഇത് നാളെ അനുസ്മരിക്കാം. അതോടുകൂടി സുന്ദരകാന്ഡം ഇവിടെ പൂർണ്ണമാവും. ഇപ്പോൾ ഈ വായിച്ച ഭാഗം ശ്രീരാമചന്ദ്രസ്വാമിയുടെയും ഗുരുക്കന്മാരുടെയും പാതാരവിന്ദങ്ങൾ ഭക്ത്യാദരപൂർവം സമർപ്പിക്കുന്നു. ജാനകീകാന്തസ്മരണം. ജയ ജയ രാമ രാമ. ദശരഥാത്മജം ദേവവന്ദിതം ത്രിദശപൂജിതം ത്രിദിവപാലകം കാമപൂജിതം കാമദായകം രാമനായകം നിത്യമാശ്രയേ. രഘുകുലോത്തമം രാവണാന്തകം രവികുലോദ്ഭവം രാഗനാശകം ഭക്തരക്ഷകം മുക്തിദായകം
രാമനായകം നിത്യമാശ്രയേ. രാമനായകം നിത്യമാശ്രയേ. മംഗളം കോസലേന്ദ്രായ മഹനീയ ഗുണാബ്ധയെ ചക്രവർത്തി തനൂജായ സാർവഭൗമായ മംഗളം. വേദവേദാന്തവേദ്യായ മേഘശ്യാമളമൂർത്തയെ പുംസാമോഹനരൂപായ പുണ്യശ്ലോകായ മംഗളം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം ത്വയേദ്ഭവേത് തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീമഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ശ്രീരാമചന്ദ്രസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ.